സുഖസാധ്യം ഭവേയത്തു കർത്തവ്യം ശ്രവണായ. അത് എനിക്ക് വളരെ ഒരു സമ്മതമായി തീർന്നു. ഇന്നിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ അല്ലേ. പഴയതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നിലത്തിരുന്നിട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ഈ വഴിക്ക് വരില്ല. ഇനി ഇരുന്നാൽ തന്നെ നിങ്ങളെ പൊക്കാൻ വേറെ വല്ല മെഷീനും കൊണ്ടുവരേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മുട്ടാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മുട്ടാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധ ആളുകൾക്കൊക്കെ പ്രശ്നം ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അത്ര പ്രശ്നമില്ല, കാലമുട്ടാണ് വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണു? സുഖേത്, എങ്ങനെ കേട്ടാലാണോ സുഖം, അപ്പം ആ സുഖത്തിലിരുന്ന് കേൾക്കുക. കർത്തവ്യം ശ്രവണായ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെ ഇരിക്കുന്നു, എന്ത് കഴിക്കണു എന്നല്ല. ഏതിനാണ്? ശ്രവണം ചെയ്യുക. അതാണ് പ്രധാനമായിട്ട് കാര്യം. ഇരുന്ന് മനസ്സിലാക്കണം, നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം. എന്നിട്ട് ഭാഗവതം തുടങ്ങുമ്പോൾ ഈ മന്ത്രം കൂടി ചൊല്ലാൻ പറയാണ്. എന്താണ് ആ മന്ത്രം? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര മാമുദ്ധര ഭവാന്നവാൽ ശ്രീമൽ ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേന ഇവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞാം സർവശാസ്ത്ര വിശാരദാം ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ഈ ശ്ലോകങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം ശ്രീമൽ ഭാഗവത സപ്താഹം നമ്മൾ ശ്രവിക്കാൻ. എങ്ങനെ? ശുഗരൂപനായിരിക്കുന്ന പരമഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാന്റെ ദാസനായിരുന്നു കൊണ്ട്, ഈ പരമസത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള സംസാര ദുഃഖത്തിൽ നിന്നും ഉയർത്തണമേ എന്നെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗവതം കേൾക്കുമ്പോൾ ശ്രീമൽ ഭാഗവതേനൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ ഇത്യുക്താത്തേ മഹാത്മാന പ്രോജുർഭാഗവതിം കഥം സർവപാപഹരം പുണ്യം ഭുക്തിമുക്തിപ്രദായിനിം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ലൗകികമായ ഭുക്തിയും അലൗകികമായ മുക്തിയും തരാൻ സാധിക്കുന്ന ഈ ഭാഗവതം ഇതാ നമ്മൾ സ്വീകരിക്കണം. ഇത് കേട്ട് നാരദമഹർഷി ആ മഹാത്മാക്കളായിരിക്കുന്ന സനൽകുമാരാദികളെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവദ്ഭി കരുണാപരേ അദ്യമേ ഭഗവാൻ ലബ്ധ്വാ സർവപാപഹരോ ഹരി ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധനാം വൈകുണ്ഠസ്ഥോ യദ കൃഷ്ണാം ശ്രവണാൽ യസ്യ ലഭ്യതേ. ഞാൻ ധന്യനായി, കൃതാർത്ഥനായി, പവിത്രീകരിക്കപ്പെട്ടു എൻ്റെ ജീവിതം നിങ്ങളിലൂടെ. മഹാത്മാക്കളെ, ഈ ഭാഗവതം എനിക്ക് കേൾക്കാൻ സാധിച്ചുവല്ലോ. ഈ ഭക്തിദേവിയുടെ ദുഃഖത്തെ പരിഹരിച്ച, ഏറ്റവും ഘോരമായ പാപം ചെയ്ത ആ ദുന്ദുകാരിയുടെ പാപത്തിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കിയ ഈ പരമശാസ്ത്രം കേട്ട് എനിക്ക് ധന്യത വന്നു. ഇപ്പോൾ യാതൊരു സംശയവുമില്ല, എൻ്റെ മനസ്സ് അദ്യമേ ഭഗവാൻ ലബ്ധ്വ. എൻ്റെ മനസ്സ് ഏകാന്തതയിലല്ല, എൻ്റെ മനസ്സ് അനാഥമല്ല, എൻ്റെ മനസ്സിന് വൈദഗ്ധ്യമില്ല, എൻ്റെ മനസ്സിന് ഒരു വിധത്തിലുള്ള തളർച്ചകളുമില്ല. ഇന്ന് എൻ്റെ മനസ്സ് സുഹൃത്തായി, എൻ്റെ മനസ്സിന് സുഹൃത്തായി, എൻ്റെ മനസ്സിന് സഖാവായി ഭഗവാൻ ഹരിയെ തന്നെ കിട്ടിയിരിക്കുന്നു. എൻ്റെ മനസ്സിപ്പോൾ ഭഗവാന്റെ കൂടെയാണ്. സർവപാപ ഹരോ ഹരി. എല്ലാ പാപങ്ങളെയും മാറ്റാൻ സാധിക്കുന്ന ഹരി കൂടെയുണ്ടെങ്കിൽ ഏത് പാപത്തിനെന്നെ സ്പർശിക്കാൻ സാധിക്കും? ഏത് ദുഃഖത്തിനെന്നെ സ്പർശിക്കാൻ സാധിക്കും? അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധന. വേണ്ടുന്നൊരു വരം, ഏത് വരെ കേട്ടാലാണോ മനസ്സ് ഭഗവാനോട് അടുക്കുന്നത്, മനസ്സിലൊരു ധൈര്യം വരുന്നത്, കൂടെ ഭഗവാനുണ്ടെന്ന്,
നമുക്ക് വേണ്ടത് മനോധൈര്യമല്ല, നമുക്ക് വേണ്ടത് കൂടെ ഭഗവാനുണ്ടെന്ന ധൈര്യമാണ്. മനോധൈര്യം കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഏത് ധൈര്യം വേണം? ഭഗവാൻ കൂടെയുണ്ടെന്ന മനസ്സിനൊരു ധൈര്യം വേണം. ഈ ധൈര്യം വരുന്നത് വരെ ശ്രവണം സർവതന്മേഭ്യോ വരം മന്യേ തപോധന. ആ വരം തന്ന് അനുഗ്രഹിക്കൂ. എൻ്റെ അന്തരാത്മാവായ ഭഗവാൻ എന്നെ ഉയർത്തട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് ആ ഭാഗവതത്തെ ആഘോഷിക്കുകയാണ്. അവിടെ കടന്നു വരുന്നു പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ള ഉദ്ധവര്, വീണാധാരിയായിട്ട് നാരദമാഷി, എല്ലാവരും കൂടി ചേർന്ന് നൃത്തവാദ്യ ഘോഷങ്ങളോട് കൂടിയിട്ട് ആ ഭാഗവതത്തിൻ്റെ മഹിമ പറയാണ്. ദാരിദ്ര്യ ദുഃഖജരദാഹിദാനം മായാപിശാപി പരിമർദ്ദിദാനം സംസാര സിന്ധോ പരിപാദിദാനം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ദാരിദ്ര്യം നിങ്ങളെ അലട്ടുന്നുണ്ടോ? വാർദ്ധക്യം നിങ്ങളെ അലട്ടുന്നുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? വിഷമിക്കേണ്ടതില്ല. ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ ഉണർത്താൻ, നിങ്ങളെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ ഈ ഭാഗവതം പ്രഗർജതി, പ്രതിജ്ഞ ചെയ്യാണ്, ഗർജിക്കുകയാണ്. സാധിക്കും, എനിക്ക് സാധിക്കും നിങ്ങളെ ഉയർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗവതം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് അസാരേ സംസാരേ വിഷയ സംഗാകുലതിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബതശുകാദ തുലസുതം കിമർത്ഥം വ്യർത്ഥം വോ വ്രജത കുപദേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷിയൽ ശ്രവണഗത മുക്തിയുക്തികഥനേ. ഈ ലോകത്തിൽ അധിക സമയമൊന്നും നമുക്കില്ല. ഒരു 10, 60, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെയൊക്കെ ഇനി ജീവിക്കായിരിക്കാം. ആ സമയത്തിൽ വിഷയസംഗാകുലതിയ, എന്തെല്ലാം ചിന്തകളാണ് മനസ്സിലേക്ക്, കുടുംബ പ്രശ്നങ്ങൾ, മറ്റുള്ള ലൗകികങ്ങളായിട്ടുള്ള ചിന്തകൾ, അതെല്ലാം കൊണ്ട് നല്ലൊരു സമയം നമ്മുടെ ജീവിതം കളഞ്ഞു. ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം, ഈ ജീവിതത്തെ ഉയർത്തണ്ടേ, ഈ മനസ്സിനെ ഉയർത്തണ്ടേ. അതതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ, ഈ ശരീരം മണ്ണിലേക്ക് പോകുമ്പോൾ മനസ്സതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ തിരിച്ചു വരേണ്ടതില്ലേ? അതുകൊണ്ട് കിമർത്ഥം വ്യക്തം വോ വ്രജത കുപദേ കുൽസിതഗതേ പരീക്ഷൽ സാക്ഷിയൽ ശ്രവണഗത മുക്തിയുക്തികഥനേ. പരീക്ഷത്തിനെ നോക്കൂ, അദ്ദേഹം ഭാഗവതത്തിലൂടെ മനസ്സിനെ ഉയർത്തിയില്ലേ? ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ഉയർത്താൻ ഭാഗവതത്തിന് സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തിന് സമയം ചെലവഴിക്കൂ. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും ഭാഗവതത്തെ നമസ്കരിച്ചു. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും എന്നാണ് വച്ചിരിക്കുന്നത്. അതിൽ ഭാഗവതം തുടങ്ങുന്ന സമയത്ത് 1-ാമത്തെ സ്കന്ധം തുടങ്ങുന്നത് തന്നെ ഗണപതയെ നമഃ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദവ്യാസ മഹർഷി. എന്തിനാണ് ഈ ഗണപതിയെ വന്ദിക്കുന്നത്? നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോയാൽ ആദ്യം വന്ദിക്കുക ഗണപതിയാണെന്നാണ്. ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഗണപതി ഹോമം. എന്തിനാണ് അത്ര ഈ ഗണപതിയെ വന്ദിക്കുന്നത്? ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരും തുടങ്ങിയിട്ടുണ്ട് ഗണപതിയെ വന്ദിക്കാൻ. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന അവർക്കും അറിയാം. എന്തിനാണ് അത്ര ഈ ഗണപതിയെ വന്ദിക്കുന്നത്? എല്ലാ വിഘ്നങ്ങളും ഇല്ലാതെയാവാൻ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ദൈവത്തെ അങ്ങോട്ട് ഉണ്ട് എന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റുമോ? വലിയ കൺഫ്യൂഷനാണ് ആ ദൈവത്തിന്റെ കാര്യം. കാരണം തല ആനയുടെ തല, തുമ്പിക്കൈ, പിന്നെ അദ്ദേഹത്തിന്റെ വാഹനാണെങ്കിൽ ഒരു ബന്ധവുമില്ല. ഒരു വലിയൊരു രൂപത്തിന് ചെറിയൊരു എലി. ഇതെങ്ങനെ യോജിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് വിഘ്നം, എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്. ഗണപതിയുടെ ആ രൂപത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. തലയിൽ നിന്നും പഠിക്കേണ്ടത്, ഗണപതിയുടെ തല, ആനയുടെ മസ്തകം എപ്പോഴും ഉയർന്നിട്ടാണ് അല്ലേ? നമ്മുടെ വ്യക്തിത്വം ഉയർത്തണമെങ്കിൽ, നമ്മുടെ ശിരസ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടല്ല, വിവേകം കൊണ്ട് നമ്മൾ ഉയർത്തണമെങ്കിൽ അതിനെന്ത് വേണത്രേ? നമുക്ക് ധാരാളം കാര്യങ്ങൾ നല്ലവണ്ണം കേട്ടിട്ടുണ്ടാവണം. അറിവിലൂടെ വേണം ജീവിതത്തെ ഉയർത്താൻ. ഇപ്പൊ ചെവി കാണിക്കുന്നത് കേൾക്കാനുള്ള ശക്തിയും, തല കാണിക്കുന്നത്
ഉയർന്നൊരു ജീവിതവും. അതാണ് ഗണപതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം. പിന്നെ ഗണപതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് തുമ്പിക്കൈയാണ്. തുമ്പിക്കൈക്ക് ഒരു പ്രത്യേകത ഉള്ളത്, വലിയ വസ്തുവിനെയും തുമ്പിക്കൈ കൊണ്ട് എടുക്കാൻ സാധിക്കും. ഒരു സൂചിയും എടുക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനസ്സിന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ചും പഠിക്കാൻ സാധിക്കും, മനസ്സിന് പുറത്തുള്ളതും പഠിക്കാൻ സാധിക്കും, മനസ്സിന് അകത്തുള്ളതും പഠിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ സ്വാമി? എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചും പഠിക്കാൻ സാധിക്കും, തന്നിൽ നിന്ന് വിട്ട കാര്യങ്ങൾ, തന്റെ വ്യക്തിത്വത്തിന് പുറത്തുള്ള കാര്യങ്ങളെയും പഠിക്കാൻ സാധിക്കും. മനസ്സുകൊണ്ട് പഠിക്കുന്നത് ഭൗതികവും, മനസ്സിനെ പഠിക്കുന്നത് ആത്മീയവും. അങ്ങനെ രണ്ടും പഠിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തുമ്പിക്കൈയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് വലുതും ഗ്രഹിക്കാം, ചെറുതും ഗ്രഹിക്കാം. പിന്നെ കണ്ണുകൾ ചെറുതാണ് ഗണപതി ഭഗവാന്റെ. അതെന്താണത്രേ? ധ്യാനത്തിന്റെ അല്ലെങ്കിൽ മനനത്തിലൂടെ കാര്യങ്ങളെ വളരെ വിവേകപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കാൻ ആ കണ്ണുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അത്രേ. എന്തും നമ്മൾ മനനം ചെയ്തുകൊണ്ട് വേണം, എന്തും നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം, എന്തും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വേണം കൊണ്ട് നടക്കാൻ എന്ന് കണ്ണുകൾ നമ്മൾ ഓർമ്മിപ്പിക്കണം. പിന്നീട് ഗണപതിയുടെ വായ ഉണ്ടല്ലോ, ചെറിയ വായയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ വായ വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തിയിലേക്ക് നമ്മൾ ജീവിതം നയിക്കണം. പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ തളർത്തുന്നതാവരുത്, കഴിയുന്നത്ര മറ്റുള്ളവരെ ഉയർത്തുന്ന വാക്കുകൾ പറയാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. ഇത്രയും വേണ്ടു. അതുകൊണ്ട് നമുക്ക് വ്യക്തിത്വത്തിലുണ്ടാകുന്ന സകല വിഘ്നങ്ങൾക്കും കാരണം, നമ്മുടെ ശിരസ് നമുക്ക് ഉയർത്താൻ സാധിക്കാത്തതിന് കാരണം വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ്, നമ്മളെക്കുറിച്ചുള്ള വിവേകപൂർവമായ അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അവിവേകത്തെ ഹനിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. നല്ല പ്രാർത്ഥനയല്ലേ? എല്ലാ അവിവേകവും എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി തുടങ്ങുന്നു പ്രഥമ സ്കന്ധത്തിലെ പ്രഥമോധ്യായം. ജന്മാദ്യസ്യ യദോന്വയാദിതരദച്ഛ അർത്വേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തിയൽ സൂരയാം തേജോ വാരിമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മഷാം ദാംനാ സ്വേന സദാ നിരസ്തകുകം സത്യം പരം ധീമഹി. ഭാഗവതത്തിലെ പ്രഥമ ശ്ലോകം ഇതാണ്. ഭാഗവതം ആരംഭിക്കുന്നത് ജന്മാദി അസ്യ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ്. ജന്മാദ്യസ്യ ഈ ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. ഈ ശ്ലോകം ഉപസമരിപ്പിക്കുന്ന സമയത്ത് പറയുന്നത് ധീമഹി. ധീമഹി എന്ന് എവിടെയാ വരുന്നത്? ഗായത്രിയില് ഓം ഭൂർഭുവസ്വ തൽ സവിതൂർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഇങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യ തുടങ്ങി ധീമഹിയിൽ അവസാനിക്കണം. ഇതിനെ പറയും, ഈ ശ്ലോകത്തെ പറയും ഉപക്രമ ശ്ലോകം, ആരംഭ ശ്ലോകം. ഇതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി ഭാഗവതം ഉപസംഹരിപ്പിക്കുന്ന സമയത്ത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് അറിയോ? 12 സ്കന്ധങ്ങളിൽ 13ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. അതെവിടെയാണ് അവസാനിപ്പിക്കുന്നത്? ഭാഗവതം പറയുന്നു കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തൽരൂപിണേ യോഗേന്ദ്രായ തദാത്മനാഥ ഭഗവൽ കാരുണ്യം യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവൽ രാധായ കാരുണ്യതൽ തൽശുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. അവസാനിക്കുന്നത് ധീമഹി. അപ്പോ ഭാഗവതത്തിന്റെ ഉപക്രമ ശ്ലോകവും ഭാഗവതത്തിന്റെ ഉപസംഹാര ശ്ലോകവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ കാര്യം പറഞ്ഞു. അതായത് ഭാഗവതത്തിന് പറയാനുള്ളത് ഒരു കാര്യമാണ്. എന്താണത്? ജന്മാദ്യസ്യ. ജന്മാദി അസ്യ ഈ ശബ്ദമുണ്ടല്ലോ, വേദവ്യാസ മഹർഷി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഉപനിഷത്തൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്.